Next chapter, curvature of plane curves. Let capital C equal to f inverse of small c, where f is from U to R, be a plane curve in the open set U subset of R2 oriented by n equal to del f by norm del f. ഇപ്പോൾ ഇവിടെ ക്യാപിറ്റൽ സി എന്നുള്ളത് ഒരു പ്ലെയിൻ കർവാണ്. ഓക്കെ, ദെൻ ഫോർ ഈച്ച് പി ബിലോങ്സ് ടു സി, ഇതിലുള്ള ഓരോ പോയിന്റ് ദ വെയിൻഗാർട്ടൻ മാപ്പ് എൽ പി ഈസ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഓൺ ദ വൺ ഡയമെൻഷണൽ സ്പേസ് സി പി. അപ്പോൾ നമ്മൾ വെയിൻഗാർട്ടൻ മാപ്പ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. Since every linear transformation from a one-dimensional space to itself is a multiplication by a real number. നമുക്കറിയാം every linear map from a one-dimensional space to itself is multiplied by a scalar എന്നുള്ളതാണ്. സോ ഈ മാപ്പ് എന്ന് പറയുന്നത് വെയിൻഗാർട്ടൻ മാപ്പ് ഒരു സ്കേലാറിൻ്റെ നമ്മൾ ആ വെക്ടറിനെ സ്കേലാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും. സോ since every linear transformation from a one-dimensional space to itself is multiplication by a real number, so there exists for each p belongs to C or point, there is a real number k of p such that Weingarten map LP of V, which is equal to k of p into V. LP of V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വെയിൻഗാർട്ടൻ മാപ്പാണ്. സോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഒരു സ്കേലാർ ഇൻറ്റു ആ സ്കേലാറാണ് കെ ഓഫ് പി എന്ന് പറയുന്നത് ഇൻറ്റു വി. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വൺ ഡയമെൻഷണൽ സ്പേസിലുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷനാണ്. സോ എൽ പി ഓഫ് വി ഈക്വൽ ടു കെ ഓഫ് പി ഇൻറ്റു വി ഫോർ ഓൾ വി ബിലോങ്സ് ടു സി പി. അപ്പോൾ ഇവിടെയുള്ള ഈ സ്കേലാറിന് അല്ലെങ്കിൽ കെ ഓഫ് പിന്നാണ് നമ്മളെന്ന് പറയുന്നത് കർവേച്ചർ ഓഫ് സി അറ്റ് പി എന്ന് പറയുന്നത്. ആ ഒരു കർവിൻ്റെ സി എന്ന് പറയുന്ന കർവിൻ്റെ കർവേച്ചർ എന്ന് പറയുന്നത്. സോ ഇഫ് വി ഈസ് എനി നോൺ സീറോ വെക്ടർ ടാൻജൻറ്റ് ടു ദ പ്ലെയിൻ കർവ് സി അറ്റ് പി ബിലോങ്സ് ടു സി. ഓക്കെ, പി എന്നുള്ളൊരു പോയിൻ്റ് അതിലുള്ളൊരു നോൺ സീറോ ടാൻജൻറ്റ് വെക്ടറാണ് വി എന്നെങ്കിൽ ദെൻ എൽ പി ഓഫ് വി ഡോട്ട് വി, നമ്മൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വി കൊണ്ട് ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. സോ റൈറ്റ് സൈഡിൽ എന്താവും k of p equal to norm v square now. So the curvature of c at p is given by the formula. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, k of p കാണാൻ പറ്റും. k of p ഇവിടെ നിർത്തിയിട്ട് ബാക്കിയെല്ലാം ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, k of p equal to lp of v dot v divided by norm v square എന്ന് കിട്ടും. ഇനി in particular if alpha is a parameterized curve, any parameterized curve in C with alpha dot of t not equal to 0 for all t belongs to I, then by theorem 1 of chapter 9 we have നമ്മളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൽ പി ഓഫ് വി ഡോട്ട് വി വിച്ച് ഇസ് ഈക്വൽ ടു ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി നോട്ട് ഇൻറ്റു എൻ ഓഫ് പി. സോ വി ഹാവ് കെ ഓഫ് ആൽഫ ഓഫ് ടി വിച്ച് ഇസ് ഈക്വൽ ടു എൽ പി ഓഫ് ആൽഫ ഡോട്ട് ഓഫ് ടി ഡോട്ട് ആൽഫ ഡോട്ട് ഓഫ് ടി ഡിവൈഡഡ് ബൈ നോം ആൽഫ ഡോട്ട് ഓഫ് ടി ഹോൾ സ്ക്വയർ. ഇപ്പോൾ ഇവിടെ നമ്മൾ പി എന്നുള്ളത് ആൽഫ ഓഫ് ടി എന്നെടുക്കുകയാണ്. സോ കെ ഓഫ് ആൽഫ ഓഫ് ടി നമുക്കറിയാം കെ ഓഫ് പി എന്നുള്ളത് കെ ഓഫ് ആൽഫ ഓഫ് ടി ആവും വിച്ച് ഇസ് ഈക്വൽ ടു വി എന്ന് പറയുന്നത് ആൽഫ ഡോട്ട് ഓഫ് ടി ആണ്. സോ എൽ പി ഓഫ് ആൽഫ ഡോട്ട് ഓഫ് ടി ഡോട്ട് വി ദാറ്റ് ഈസ് ആൽഫ ഡോട്ട് ഓഫ് ടി ഡിവൈഡ് ബൈ നോം ആൽഫ ഡോട്ട് ഓഫ് ടി ഹോൾ സ്ക്വയർ. So that is equal to LP of alpha dot of t എന്ന് പറയുന്നത് ബൈ നമ്മൾ നേരത്തെ ചാപ്റ്റർ 9 തിയറം നമ്പർ 1 നമുക്കറിയാം എൽ പി ഓഫ് വി ഡോട്ട് വി എന്ന് പറയുന്നത് ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി ഡോട്ട് എൻ ഓഫ് പി ആണ്. അപ്പോൾ അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ വി ഹാവ് എൽ പി ഓഫ് വി ഡോട്ട് വി ഈക്വൽ ടു alpha double dot of t naught dot n of p. അപ്പോൾ അതിവിടെ ആ ഒരു റിസൾട്ടോടെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടും. സോ ഇഫ് ആൽഫ ഈസ് എ യൂണിറ്റ് സ്പീഡ് പാരാമീറ്ററൈസ്ഡ് കർവ് ഇൻ സി, യൂണിറ്റ് സ്പീഡ് പാരാമീറ്ററൈസ്ഡ് കർവ് ആണെങ്കിൽ നമുക്കറിയാം നോം ആൽഫ 1 ആയിരിക്കും. സോ എന്തായി മാറും,
1 ആയിരിക്കും. സോ കെ ഓഫ് ആൽഫ ഓഫ് ടി എന്തായി മാറും? ഇത് മാത്രമായിരിക്കും, ഈ മുകളിലുള്ള ഈ ടേം മാത്രമായിരിക്കും, ഇത് 1 ആവും. ഓക്കെ, സോ വി ഹാവ് കെ ഓഫ് ആൽഫ ഓഫ് ടി ഈക്വൽ ടു ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് ടി ഡോട്ട് എൻ ഓഫ് ആൽഫ ഓഫ് ടി എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? കർവേച്ചർ ഓഫ് സി അറ്റ് പി എന്നുള്ളതാണ് കെ ഓഫ് ആൽഫ ഓഫ് ടി എന്ന് പറയുന്നത്. സോ വിച്ച് മെഷേഴ്സ് ദ നോർമൽ കമ്പോണൻറ്റ്. ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിൽ ആൽഫ ഡബിൾ ഡോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാരാമെട്രിക് കർവിൻ്റെ ആക്സലറേഷനാണ്. ഡോട്ട് എൻ ഓഫ് ആൽഫ ഓഫ് ടി പറയുമ്പോൾ ആ ഒരു പാരാമെട്രിക് കർവിൻ്റെ ആക്സലറേഷൻ്റെ നോർമൽ കമ്പോണൻ്റാണ് റൈറ്റ് സൈഡിൽ വരുന്നത്. സോ മെഷേഴ്സ് ദ നോർമൽ കമ്പോണൻറ്റ് ഓഫ് ആക്സലറേഷൻ ഓഫ് എനി യൂണിറ്റ് സ്പീഡ് പാരാമെട്രിക് കർവ് ഇൻ സി പാസിംഗ് ത്രൂ പി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആൽഫ എന്ന് പറയുന്നത് യൂണിറ്റ് സ്പീഡ് പാരാമെട്രൈസ്ഡ് കർവ് ആണെന്നുള്ളതാണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആൽഫ ഡബിൾ ഡോട്ട് ഓഫ് നോം ആൽഫ ഡബിൾ ഡോട്ട് എന്തിട്ടുള്ളത് 1 കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ ഇനി ഈ കർവേച്ചർ കെ ഓഫ് പിയുടെ സൈനിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സിഗ്നിഫിക്കൻസ് ഓഫ് ദ സൈൻ ഓഫ് കെ ഓഫ് പി. ഇത് പോസിറ്റീവ് ആണെങ്കിൽ, കെ ഓഫ് പി പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ദെൻ ദ കർവ് അറ്റ് പി ഈസ് ടേണിംഗ് ടുവാർഡ് ഇറ്റ്സ് നോർമൽ എൻ ഓഫ് പി. ഓക്കെ, അത് ആ നോർമലിൻ്റെ ഇതായിട്ട് അത് ബെൻഡ് ചെയ്യും. ലെസ് ദാൻ 0 ആണെങ്കിൽ എവേ ഫ്രം എൻ ഓഫ് പി എന്നുള്ള അതിനുള്ള എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. കെ ലെസ് ദാൻ 0 ആകുമ്പോൾ എവേ ആണ് ബെൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ ടുവാർഡ്സ് നോർമൽ, ആ നോർമലിനിട്ട് ഇത് ചെയ്യും. ഇപ്പോൾ ഇവിടെ ഇതൊന്നുമില്ല, ഇവിടെ ഒരു ലീനിയർ ലൈനാണുള്ളത്, അതുകൊണ്ടാണ് കെ ഈക്വൽ ടു 0 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്. ദ കർവേച്ചർ ഓഫ് സി ഈസ് പോസിറ്റീവ് അറ്റ് പോയിൻറ്റ്സ് വേർ സി ഈസ് ബെൻഡിങ് ടുവാർഡ് ഇറ്റ്സ് നോർമൽ ആൻഡ് ഈസ് നെഗറ്റീവ് വേർ സി ഈസ് ബെൻഡിങ് അവേ ഫ്രം ഇറ്റ്സ് നോർമൽ. So one way to compute the curvature of a plane curve is to use the formula. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കെ കോമ്പോസിഷൻ ആൽഫ എന്നുള്ള ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു പ്ലെയിൻ കർവിൻ്റെ കർവേച്ചർ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വലൻറ്റ് ഫോർമുല എക്സൈറ്റ് 10.1 തന്നിട്ടുണ്ട്. സോ വേർ ആൽഫ ഈസ് എനി പാരാമെട്രിക് കർവ് ഇൻ സി whose velocity is nowhere 0. Now, if such an alpha is oriented consistently with the orientation on C, it is called the local parameterization of C എന്നുള്ളതാണ്. ഓക്കെ, സോ നമ്മളിനി എന്താണ് ഒരു പാരാമീറ്ററൈസേഷൻ എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സോ ഗിവൺ എൻ ഓറിയൻറ്റഡ് പ്ലെയിൻ കർവ് സി എന്നുള്ളതൊരു ക്യാപിറ്റൽ സി എന്നുള്ളൊരു ഓറിയൻറ്റഡ് പ്ലെയിൻ കർവാണ്. സോ ദർ ഈസ് എൻ ഓറിയൻറ്റേഷൻ ആൻഡ് എ പോയിൻറ്റ് ഇൻ ദാറ്റ് കർവ് ദാറ്റ് ഈസ് P. Now a parameterization of a segment of C containing P is a parameterized curve alpha from I to C, which has these following properties. That is regular alpha dot of T not equal to 0 for all T belongs to I. അതുപോലെ തന്നെ is oriented consistently with C. That is such that for each T belongs to I, the basis alpha dot of T for C alpha of T is consistent with the orientation N of C and has P belongs to image alpha. അപ്പോൾ ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എന്താണ് ഈ പിന്നെ പാരാമീറ്ററൈസേഷൻ ഓഫ് എ സെഗ്മെൻറ്റ് ഓഫ് സി കണ്ടെയ്നിങ് പി ഈസ് എ പാരാമീറ്ററൈസ് കർവ് ഇത് സാറ്റിസ്ഫൈ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ആ പാരാമീറ്ററൈസ് എന്ന് പറയാം പാരാമീറ്ററൈസേഷൻ ഓഫ് എ സെഗ്മെൻറ്റ് ഓഫ് സി എന്ന് പറയാൻ പറ്റും. സോ ഇഫ് ആൽഫ ഈസ് ഓൺ ടു ദാറ്റ് മീൻസ് ആൽഫ ഓഫ് ഐ ഈക്വൽ ടു സി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നതാണ് ഗ്ലോബൽ പാരാമീറ്ററൈസേഷൻ ഓഫ് സി എന്ന് പറയുന്നത്. സോ ഇൻ ജനറൽ ആൽഫ ഈസ് കോൾഡ് ലോക്കൽ പാരാമീറ്ററൈസേഷൻ ഓഫ് സി. അപ്പോൾ പെർട്ടിക്കുലർ കേസിലാണ് ഗ്ലോബൽ പാരാമീറ്ററൈസേഷൻ എന്ന് പറയുന്നത്. ജനറലി നമ്മൾ ലോക്കൽ പാരാമീറ്ററൈസേഷൻ എന്ന് പറയും. അപ്പോൾ ഇനി ആ പ്രോസസ്സാണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്യും. ഇതുവരെയുള്ള കാര്യങ്ങൾ റീഡിന് ശേഷം അതിൻ്റെ നോട്ട് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.